ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു ഫ്യൂൽ പമ്പാണ്. നമ്മൾ പുതിയത് ഓർഡർ ചെയ്തതാണ്. ഇതാണ് ഈ വാഹനത്തിൻ്റെ പഴയ ഫ്യൂൽ പമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു മിനി കൂപ്പറിൻ്റെ ഫ്യൂൽ പമ്പാണ്. അതേമാതിരി തന്നെ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഫ്യൂൽ പമ്പ് മാത്രമല്ല നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഫ്യൂൽ പമ്പിൻ്റെ കൺട്രോൾ മൊഡ്യൂളും കൂടി നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫ്യൂൽ പമ്പിൻ്റെ കൺട്രോൾ മൊഡ്യൂൾ മാറിയിരിക്കുന്നതെന്ന് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നത് സ്റ്റാർട്ട് ആവാതെയാണ്. ഇതിൻ്റെ ഫ്യൂൽ പമ്പിൻ്റെ മൊഡ്യൂൾ ഇരിക്കുന്നതും അതേമാതിരി തന്നെ ഫ്യൂൽ പമ്പ് ഇരിക്കുന്നതും വാഹനത്തിൻ്റെ സീറ്റിൻ്റെ റിയർ സീറ്റിൻ്റെ അടിവശത്താണ്. നമ്മൾ ഈ വാഹനത്തിൻ്റെ ഫ്യൂൽ പമ്പ് നമ്മൾ റീപ്ലേസ് ചെയ്തു. അതേമാതിരി തന്നെ കൺട്രോൾ മൊഡ്യൂൾ റീപ്ലേസ് ചെയ്തു. കൺട്രോൾ മൊഡ്യൂൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോൾട്ട് ഒരിക്കലും പോകത്തില്ല. ഇതിൻ്റെ പാരാമീറ്റർ സെറ്റ് ചെയ്യാതെ. ഇത് ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പ് കൺട്രോൾ ഇലക്ട്രോണിക്സ് പാരാമീറ്റർ സെറ്റ് മിസ്സിംഗ് ഓർ ഇൻസ്റ്റാളേഷൻ മോഡ് ആക്റ്റീവ് എന്ന് പറയുന്നത്. ഈ ഫോൾട്ട് ആ പാരാമീറ്റർ സെറ്റ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കത്തില്ല. അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ ഫോൾട്ട് ഡിലീറ്റ് ആവത്തുമില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, എല്ലാ ഫോൾട്ടും ക്ലിയർ ചെയ്തിട്ട് എഞ്ചിനിൽ ഈ ഫോൾട്ട് പോകുന്നേ ഇല്ല. അപ്പോൾ നമ്മൾ പാരാമീറ്റർ റീസെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വാഹനം ഞാൻ പ്രോഗ്രാമിങ്ങും കോഡിങ്ങും DMEയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ DMEയിൽ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോൾട്ടും കാര്യങ്ങളൊന്നും പോകത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DME ഇതുവരെ സോഫ്റ്റ്വെയറിന് പുതിയതായിട്ട് അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ DME പ്രോഗ്രാമിങ്ങും കോഡിങ്ങും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ DME കോഡിങ്ങും പ്രോഗ്രാമിങ് ചെയ്ത് കഴിഞ്ഞാലൊന്നും ഇതിൻ്റെ ഫോൾട്ട് പോകത്തില്ല. ആ ഫോൾട്ട് പോകണമെങ്കിൽ എങ്ങനെ റീസെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ല, പ്രോഗ്രാമിംഗ് എല്ലാം സക്സസ്ഫുൾ ആണ്. പക്ഷേ ഈ വാഹനം സ്റ്റാർട്ട് ആവത്തില്ല. സ്റ്റാർട്ട് ആവണമെങ്കിൽ ആ പാരാമീറ്റർ സെറ്റ് ചെയ്യാതെ ഒരിക്കലും അത് പോകത്തില്ല. അപ്പോൾ എങ്ങനെയാണ് പാരാമീറ്റർ സെറ്റ് ചെയ്തത് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ മാക്സസ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഒറിജിനൽ സ്കാനറല്ല ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കണ്ടല്ലോ, പാരാമീറ്ററും അതേമാതിരി തന്നെ ക്രാങ്ക് സെൻസറിൻ്റെ ടോർക്കിൻ്റെയൊക്കെ ഫോൾട്ട് ഉണ്ട്. കാരണം അതൊന്നും സെൻസ് ആവുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് ഇവിടെ താഴെയായിട്ട് ആക്ടിവേഷൻ ഓഫ് ഫ്യൂൽ പമ്പ് കൺട്രോൾ മൊഡ്യൂൾ എന്നും പറഞ്ഞിട്ടൊന്ന് കാണാം. ഇത് കണ്ടല്ലോ, തൊട്ട ഫസ്റ്റ് പേജിൽ തന്നെയാണ്. ഇത് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം, ആക്ടിവേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പ് കൺട്രോൾ മൊഡ്യൂൾ. നമ്മൾ അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവേഷൻ ചെയ്യണം. അപ്പോൾ കണ്ടിന്യൂ അടിച്ച് പോവുക. കണ്ടിന്യൂ അടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇൻസ്റ്റലേഷൻ മോഡ് ഓഫ് ഫ്യൂൽ പമ്പ് കൺട്രോൾ മൊഡ്യൂൾ മസ്റ്റ് ബി ടേൺ ഓഫ് ആൻഡ് പാരാമീറ്റർ നീഡ് ടു ബി സെറ്റ്. അത് കണ്ടിന്യൂ അടിച്ച് പോയി കഴിഞ്ഞാൽ ആ പാരാമീറ്റർ ഓൾറെഡി സെറ്റ് ആവുന്നതാണ്. പക്ഷേ നമുക്കിപ്പം പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പ്രോഗ്രാം ചെയ്യാതെ നമുക്ക് ഈ പാരാമീറ്റർ മാത്രം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വാഹനം സ്റ്റാർട്ടാവുന്നതാണ്. ഇതിപ്പം കണ്ടല്ലോ, ദ ഫ്യൂൽ പമ്പ് കൺട്രോൾ മൊഡ്യൂൾ ഈസ് പുട്ട് ഇൻ ടു ഓപ്പറേഷൻ മോഡ്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഫോൾട്ട് ക്ലിയർ ചെയ്യണം. ഇനി ടയർ പ്രഷറിൻ്റെ ഒരു വാണിംഗ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്ത് ഓട്ടത്തിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ അകത്തിപ്പോൾ ഞാനിപ്പോൾ ഒന്നും കൂടി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾട്ടുകൾ കംപ്ലീറ്റ് അവിടെ തന്നെയുണ്ട്. പക്ഷേ ആ ഫോൾട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോൾട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കത്തില്ല. ആ ഫോൾട്ടുകളൊക്കെ പെർമനൻ്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഫോൾട്ടുകളൊന്നും തന്നെ പെർമനൻ്റ് അല്ല, ഫോൾട്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അത് കംപ്ലീറ്റ് നമുക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫോൾട്ടും പോകുന്നതാണ്. ഇപ്പോൾ ഞാൻ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കണ്ടല്ലോ, എല്ലാ ഫോൾട്ടും പോയിട്ടുണ്ട്. ഇനി നമുക്ക് ടയർ പ്രഷറിൻ്റെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടയർ പ്രഷറിൻ്റെ വാണിംഗ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ കണ്ടല്ലോ, ഒരു ഫോൾട്ടും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാം തന്നെ ക്ലിയറാണ്. ഇനി നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. ഇനി അതേമാതിരി തന്നെ നിങ്ങൾ ഫ്യൂൽ പമ്പിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഫ്യൂൽ ഫുൾ ടാങ്ക് അടിച്ച് ലീക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. ഇതിപ്പോൾ കണ്ടല്ലോ, വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്. വേറെ പ്രശ്നമോ കാര്യമോ ഡിലേ സ്റ്റാർട്ടിങ്ങോ ഒന്നും തന്നെ ഇല്ല. എല്ലാം തന്നെ ക്ലിയറാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ടെസ്റ്റ് ഡ്രൈവും ചെയ്യണം. അതേമാതിരി തന്നെ ഫ്യൂൽ ഫുൾ ടാങ്ക് അടിക്കണം. ഫ്യൂൽ ടാങ്ക് അടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ലീക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സീറ്റ് പിടിപ്പിക്കുക. ഇതിപ്പോൾ കണ്ടല്ലോ, ഫുൾ ടാങ്ക് ഞാനിപ്പോൾ അടിച്ചിട്ടുണ്ട്, പെട്രോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവും കൂടി പോയിക്കിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ടെസ്റ്റ് ഡ്രൈവും കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടി DTCയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. വേറെ DTCയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ വാഹനങ്ങൾ കോമൺ ആയിട്ട് മിനി കൂപ്പറിനൊക്കെ ഫ്യൂൽ പമ്പ് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂൽ പമ്പിൻ്റെ വയറിങ് മെൽട്ടായിട്ട് ഇതിൻ്റെ കപ്ലർ ഡാമേജ് ആയിപ്പോവും. ഇതിൻ്റെ ഫ്യൂൽ പമ്പിൻ്റെ കൺട്രോൾ മൊഡ്യൂളിൻ്റെ വയറിങ് ഡാമേജ് വരാറുണ്ട്. അപ്പോൾ ആ വയറിങ് മസ്റ്റായിട്ട് നമ്മൾ കപ്ലർ ഊരി തന്നെ നോക്കണം. ഇതിപ്പോൾ കണ്ടല്ലോ, ടയർ പ്രഷറിൻ്റെ വാണിംഗ് എല്ലാം തന്നെ റീസെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ മോഡൽ വാഹനങ്ങളുടെ ഫ്യൂൽ പമ്പ് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂൽ പമ്പിൻ്റെ കൺട്രോൾ മൊഡ്യൂളിൻ്റെ വയറിങ് ഡാമേജ് ആവും. അതേമാതിരി തന്നെ മൊഡ്യൂളും കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മസ്റ്റായിട്ട് ഫ്യൂൽ പമ്പ് ഫോൾട്ടി ആയി കഴിഞ്ഞാൽ
ഫ്യൂൽ പമ്പിൻ്റെ കൺട്രോൾ മൊഡ്യൂളും ചെക്ക് ചെയ്യണം. അതിൻ്റെ വയറിങ് നിങ്ങൾ കപ്ലർ അഴിച്ചിട്ട് തന്നെ ചെക്ക് ചെയ്യണം. ഇത് കണ്ടല്ലോ, അതേമാതിരി മെൽട്ടായിട്ടിരിക്കുന്ന ഒരു വണ്ടിയുടെ കപ്ലറാണിത് നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വയറിങ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതേ കംപ്ലയിൻറ്റ് തന്നെ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ വണ്ടി പിടിക്കാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.